പ്രയാഗാജിൽ നടക്കുന്ന മഹാകുംഭമേളയിൽ മാല വിൽക്കാനെത്തിയ മൊണാലിസയെ ഓർക്കുന്നില്ലേ? മധ്യപ്രദേശിലെ ഇൻഡോർ സ്വദേശിയായ മൊണാലിസ തന്റെ ചാരക്കണ്ണുകളും സുന്ദരമായ ചിരിയും കൊണ്ടാണ് സോഷ്യൽ മീഡിയ കൈയടക്കിയത്. ഇതോടെ 16-കാരിയായ മൊണാലിസയുടെ ജീവിതമാകെ മാറി മറിഞ്ഞു. ബോളിവുഡ് സിനിമയിൽ അഭിനയിക്കാനുള്ള ഓഫർ തൊട്ട് പല ബ്രാൻഡുകളുടെയും മോഡൽ വരെ ആകാനുള്ള വാഗ്ദാനം മൊണാലിസയ്ക്ക് ലഭിച്ചു. ഇതിനിടെയാണ് കേരളത്തിൽ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സിന്റെ പരിപാടിക്കായി ബോബി ചെമ്മണ്ണൂർ മൊണാലിസയെ കൊണ്ടുവരുന്നത്. 15 ലക്ഷം രൂപയ്ക്കാണ് മൊണാലിസയെ ബോബി ചെമ്മണ്ണൂർ കേരളത്തിലെത്തിച്ചതെന്നായിരുന്നു റിപ്പോർട്ട്. ഇതുകൂടാതെ മൊണാലിസയ്ക്ക് ആഡംബര കാറും കൂറ്റൻ ബംഗ്ലാവും അടക്കം സമ്മാനങ്ങൾ ലഭിച്ചതായും പല റിപ്പോർട്ടുകളും പുറത്തുവന്നു. എന്നാൽ ഈ വാർത്തകളെ തള്ളിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് മൊണാലിസയുടെ സഹോദരി ഇഷിക. മൊണാലിസയ്ക്ക് അത്തരം സമ്മാനങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്നും ഈ വാദങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്നും ഇഷിക പറയുന്നു. മൊണാലിസയുടെ പ്രതിച്ഛായയെ കളങ്കപ്പെടുത്താൻ ചില ആളുകൾ പ്രചരിപ്പിക്കുന്ന കള്ളമാണിത്. കേരള സന്ദർശന വേളയിൽ മൊണാലിസയ്ക്ക് 2 ലക്ഷം രൂപ സമ്മാനമായി ലഭിച്ചെങ്കിലും ആഡംബര വസ്തുക്കളൊന്നും തന്നെ നൽകിയിട്ടില്ല എന്നും ഇഷിക പറയുന്നു. വരാനിരിക്കുന്ന ദി ഡയറി ഓഫ് മണിപ്പൂർ എന്ന സിനിമയിലെ തന്റെ വേഷത്തിലും അഭിനയത്തിലുമാണ് മൊണാലിസ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്നും അവർ വ്യക്തമാക്കി. ഇന്റർനാഷണൽ ന്യൂസ് ആൻഡ് വ്യൂസ് കോർപ്പറേഷൻ എന്ന പോർട്ടലിലാണ് ഇത് സംബന്ധിച്ച വാർത്ത നൽകിയിരുന്നത്. ദി ഡയറി ഓഫ് മണിപ്പൂർ എന്ന ചിത്രത്തിൽ തന്റെ വേഷത്തിനായി മൊണാലിസ ഇപ്പോൾ ആക്ടിംഗ് ക്ലാസുകളിൽ ചേർന്നിട്ടുണ്ട്. സനോജ് മിശ്ര സംവിധാനം ചെയ്യുന്ന ദി ഡയറി ഓഫ് മണിപ്പൂർ സാമൂഹിക വെല്ലുവിളികളുടെ പശ്ചാത്തലത്തിൽ ഒരു പെൺകുട്ടി നടത്തുന്ന അതിജീവനത്തിന്റെ കഥ കൂടിയാണ്. അതേസമയം പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും മൊണാലിസയ്ക്കെതിരെ പ്രചരിക്കുന്ന ഇത്തരം കള്ള വാർത്തകൾ ആശങ്കപ്പെടുത്തുന്നുണ്ടെന്നാണ് മൊണാലിസയുടെ കുടുംബം പറയുന്നത്.